ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു JM ട്രിപ്ലെറ്റ്സ്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. അതിന് ഞാനിവിടെ ആദ്യം 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ സാധാ മാങ്ങ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലും അതുപോലെ തന്നെ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ മാങ്ങ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഓരോ മാങ്ങ ഇതേപോലെ ഓരോ മാങ്ങ എടുത്ത് നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ അതാക്കണം ഈ രീതിയിലൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ആരില്ല മാങ്ങയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഞാനിതുപോലെ ചെറിയൊരു സ്പൂണിൽ 3 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. നിറച്ച് വേണം എടുക്കാൻ, ഈ രീതിയിൽ വേണം എടുക്കാൻ. ഗോതമ്പ് പൊടി ഒരുപാട് എടുത്താൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലോണം മുന്നിട്ട് നിൽക്കും കേട്ടോ. അപ്പം അതിനനുസരിച്ച് എടുത്താൽ മതി. നിങ്ങൾ 2 പാക്കറ്റ് പാൽ വരെ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 3 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ. ഞാൻ അതൊന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞ് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകാനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലൊന്ന് നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു ബൗളിലേക്ക് മാറ്റാം. ആ ഒരു പാനിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതായത് 2.5 ഗ്ലാസ് പാലുണ്ടാവും കേട്ടോ. 1/2 ലിറ്റർ പാലാണ്. നല്ലോണം തിളച്ച് വരാൻ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3-4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണം പാലൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതിലേക്ക് ഓരോ സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു കയ്യിലോ വെച്ച് കാണ്ട് കുറച്ചീച്ച പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. ഇനി കട്ട വല്ലാതെ ഉടഞ്ഞ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് കാണും നല്ലൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ചൂട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് മിക്സിയിൽ ആക്കി എടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ കൈക്കൊണ്ട് തന്നെ ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ട്. കട്ടകളൊന്നും ഒട്ടും തന്നെ ഇല്ലാതെ ഇതുപോലെ ഒന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ബാക്കിയുള്ള പാലിലേക്ക് ഈ ഗോതമ്പിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഒപ്പം ചേർത്ത് കൊടുക്കാതെ കുറച്ചീച്ച് ഇതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കട്ടകളൊക്കെ പിടിക്കാൻ സാധ്യത ഉണ്ടാവും. അപ്പം അതിനനുസരിച്ച് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ട് വേണം ഈ ഓരോന്നും ചേർത്ത് കൊടുക്കാൻ. കൈ വിടാതെ ഇളക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കുന്നത് മാംഗോൻ്റെ ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ ലേശം മഞ്ഞ ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോയിൽ പെട്ടിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ടാണ് നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ മാങ്ങൻ്റെ പൾപ്പ് ഉണ്ടല്ലോ, അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തണുപ്പിച്ച് വെച്ച പാലും ഗോതമ്പ് പൊടിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ സാധാ മിക്സിൻ്റെ ജാറിലേക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ അരിയൊക്കെ അരക്കുന്ന ആ ജാറിലേക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി അതായത് ഇതുപോലെ സ്ക്വയറിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ആ മിക്സിൻ്റെ ജാറിൽ നിന്ന് എല്ലാതും ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ ഇത് 2 മണിക്കൂർ നേരെ നല്ലോണം തണുപ്പിച്ചെടുക്കണം. ഫീസറിൽ വേണം കേട്ടോ വെക്കാൻ. ഫീസായി നല്ല കട്ടായിക്കാണ്ട് വരണം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഉൾഭാഗത്തൊക്കെ വല്ല ഹോൾസൊക്കെ വന്നിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ചതിന് ശേഷം 2 മണിക്കൂറിൽ ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ അതാണോ ഈ രീതിയിൽ നല്ലോണം കട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, നല്ലൊന്ന് കട്ടായി വന്നിട്ടുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചറിലായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ജ്യൂസൊക്കെ അടിക്കാൻ എടുക്കുന്ന ആ വലിയൊരു ജ്യൂസറിലാണ്. ഞാൻ ആ ജാറിലേക്ക് നമ്മുടെ ആ മാംഗോൻ്റെ ഐസ്ക്രീമിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം പതപ്പിച്ചെടുക്കണം. അപ്പോൾ അതാക്കണം ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെച്ച ആ ബൗളിലേക്ക് തന്നെ ഇത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ.
നമ്മൾ നേരത്തെ ഒഴിച്ച പോലെ തന്നെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് 4 മണിക്കൂർ നേരം അല്ലാന്നുണ്ടെങ്കിൽ ഓവർ നൈറ്റ് മുഴുവനായിട്ടൊന്ന് വെക്കുക കേട്ടോ. മാക്സിമം ഒരു 4 മണിക്കൂറിൻ്റെ 8 മണിക്കൂറിൻ്റെയും ഉള്ളിൽ വെക്കുക. നല്ലോണം കട്ടായി വരണം. എന്നാൽ മാത്രമേ നമ്മളൊരു ഐസ്ക്രീം നല്ല പെർഫെക്റ്റായി കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ ഓവർ നൈറ്റാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതാക്കൂടെ നല്ലോണം ഒന്ന് കട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ ഐസ്ക്രീം ഇപ്പോൾ ഉള്ളത്. ഞാനിവിടെ ഒരു സ്പൂൺ കൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടായിക്കാണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ ടേസ്റ്റിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക കേട്ടോ. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ബൈ. അസ്സലാമു അലൈക്കും.